അരുൺ, വളരെ നിരാശാജനകമായ ഒരു വാർത്തയാണ്. നമ്മൾ വലിയ പ്രതീക്ഷയോടെ കാത്തിരുന്നതായിരുന്നു. ഇന്ത്യയുടെ 101-ാം ദൗത്യം എന്ന നിലയിൽ ഉള്ള പ്രത്യേകതയും EOS 09 ഉണ്ടായിരുന്നു. പക്ഷേ എന്താണ് സംഭവിച്ചത്? മനു, അത് തന്നെയാണ്. അരുൺ, ഒറ്റ മിനിറ്റ്. അരുണിലേക്ക് വരുന്നതിന് മുമ്പ് നമുക്ക് ISRO ചെയർമാന്റെ വാക്കുകൾ കൂടി കേൾക്കാം. അതിനുശേഷം ഞാൻ അരുണിലേക്ക് വരാം. Third stage motor started perfectly, but during the functioning of the third stage, we are seeing a observation, and the mission could not be accomplished. After analysis, we shall come back. Yes, we shall come back. നമുക്ക് തിരിച്ചു വരണം. അരുൺ, എന്താണ് സംഭവിച്ചത്? നേരത്തെ മനു സൂചിപ്പിച്ച പോലെ തന്നെ ഒരു നിരാശ സമ്മാനിച്ച ഒരു പ്രഭാതത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത്. കാരണം ഇന്ത്യയുടെ ബഹിരാകാശ ഗവേഷണ രംഗത്തെ ഒരു കുതിച്ചുചാട്ടം എന്ന് തന്നെ വേണം ഈ PSLV 61 വിക്ഷേപണവുമായി ബന്ധപ്പെട്ട് നമ്മൾ കാണേണ്ടത്. E0609 എന്ന് പറയുന്ന EOS 09 എന്ന് പറഞ്ഞ ഉപഗ്രഹമായിരുന്നു ഭ്രമണപഥത്തിൽ എത്തിക്കാൻ വേണ്ടി ഇന്ത്യ ശ്രമിച്ചത്. പക്ഷേ മൂന്നാം ഘട്ടത്തിലുണ്ടായ ഒരു സാങ്കേതിക തകരാറാണ് ഇപ്പോൾ PSLVക്ക് സംഭവിച്ചിരിക്കുന്നത്. ഇന്ന് രാവിലെ 5:59 ആന്ധ്രാപ്രദേശിലെ ശ്രീഹരിക്കോട്ടയിൽ നിന്നും സതീഷ് ധവാൻ സ്പേസ് സെൻറ്ററിൽ നിന്നും PSLV 61 കുതിച്ചുയർന്നത്. പക്ഷേ കുതിച്ചുയർന്ന് 18 മിനിറ്റുകൾക്ക് ശേഷമാണ് ഇങ്ങനെയൊരു സാങ്കേതിക തകരാർ സംഭവിച്ചതായി ISRO ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത്. ഇത് തികച്ചും ഒരു സാങ്കേതിക തകരാറാണ്. PSLVയെ സംബന്ധിച്ച് ഈ ഒരു സാങ്കേതിക തകരാർ ആദ്യത്തെ സംഭവമാണ്. അപൂർവമായി മാത്രമേ സാങ്കേതിക തകരാർ സംഭവിച്ച് ഇങ്ങനെ ഒരു വിക്ഷേപണത്തിൽ ഒരു പരാജയം സംഭവിച്ച ചരിത്രം PSLVക്കുള്ളൂ. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ സാങ്കേതികപരമായ വിവരങ്ങൾ ISRO കൂടുതൽ പങ്കുവയ്ക്കും. വളരെ ചുരുങ്ങിയ വാക്കുകളായിരുന്നു ഈ വിക്ഷേപണവുമായി ബന്ധപ്പെട്ട് പരാജയവുമായി ISRO ചെയർമാൻ നാരായണൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. ആദ്യത്തെ രണ്ട് ഘട്ടങ്ങളും വിജയകരമായിരുന്നു. ഈ മൂന്നാമത്തെ ഘട്ടത്തിൽ എൻജിൻ ജ്വലിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട PSLV ഇതിൻ്റെ എൻജിനും ജ്വലിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു സാങ്കേതിക തടസ്സം നേരിട്ടു. ഈ സാങ്കേതിക തടസ്സമാണ് പിന്നെ ഈ വിക്ഷേപണം പരാജയത്തിലേക്ക് നയിച്ചത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ഒരു കുതിച്ചുചാട്ടമായിരുന്നു ഇന്ത്യ ലക്ഷ്യമിട്ടിരുന്നത്. ഭൗമ നിരീക്ഷണം, കാലാവസ്ഥാ നിരീക്ഷണം, പ്രകൃതിയുമായി ബന്ധപ്പെട്ട പ്രകൃതി ദുരന്തങ്ങളെ നേരത്തെ തിരിച്ചറിയാനുള്ള ഒരു ഈ കഴിവ്, ഇതെല്ലാം ഈ ഒരു ഉപഗ്രഹത്തിന് ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നു. എന്തായാലും നേരത്തെ ISRO ചെയർമാൻ സൂചിപ്പിച്ച പോലെ തന്നെ നമ്മൾ എന്തായാലും തിരിച്ചു വരും. ഇന്ത്യയുടെ ബഹിരാകാശ ദൗത്യം ഇനിയും തുടരും. PSLVയുടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ PSLV ഉപയോഗിച്ചുകൊണ്ട് പല വിക്ഷേപണങ്ങളും നടത്തിയിട്ടുണ്ടെങ്കിലും അതിൻ്റെ വിക്ഷേപണത്തിൽ പരാജയം സംഭവിക്കുന്നത് അപൂർവമാണ്. അതുകൊണ്ട് തന്നെ തിരിച്ചുവരവിൽ തന്നെയാണ് നമ്മൾ കാത്തിരിക്കുന്നത്. ഈ ആദ്യത്തെ രണ്ട് ഘട്ടങ്ങളും വലിയ രീതിയിൽ ഒരു വിജയകരമായി നേടാൻ കഴിഞ്ഞുവെങ്കിലും മൂന്നാമത്തെ ഒരു ഘട്ടത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് എൻജിൻ്റെ ജ്വലിപ്പിച്ചുകൊണ്ട് ഈ ഭ്രമണപഥത്തിലേക്ക് കടക്കുന്ന ഒരു പ്രോസസ്സിനായിരുന്നു ഒരു സാങ്കേതികമായ തകരാർ സംഭവിച്ചിരിക്കുന്നത്. സാങ്കേതിക തകരാറാണ് ഉണ്ടായതായി ഇപ്പോൾ അറിയുന്നത്. ദൗത്യം പൂർത്തിയാക്കാൻ സാധിച്ചിട്ടില്ല. വിശകലനത്തിന് ശേഷം ഞങ്ങൾ തീർച്ചയായും തിരിച്ചു വരുമെന്നുള്ള ISRO ചെയർമാൻ്റെ വാക്കുകൾ മുഖവിലേക്ക് എടുക്കുകയാണെങ്കിൽ ഇന്ത്യ, നേരത്തെ മനു സൂചിപ്പിച്ച പോലെ തന്നെ ബഹിരാകാശ രംഗത്ത് ഇന്ത്യ കൈവരിച്ച പല നേട്ടങ്ങളുണ്ട്. ഈ നേട്ടങ്ങളുടെ മുന്നോടിയായിട്ടുള്ള ഒരു ചവിട്ടിപടിയായി വേണം ഈ ഒരു പരാജയത്തെ കാണുവാൻ. മൂന്നാം ഘട്ടത്തിൻ്റെ പ്രവർത്തന സമയത്താണ് ഈ ഒരു ദൗത്യത്തിലുണ്ടായിരുന്ന ഒരു പാകപ്പിഴ സംഭവിച്ചത്. ഈ പാകപ്പിഴ എന്താണെന്നുള്ളത് സാങ്കേതികപരമായ വിശകലനങ്ങളിലൂടെ മാത്രമാണ് ഇനി നമുക്ക് അറിയാൻ കഴിയുന്നതെന്നും ISRO ചെയർമാൻ നാരായണൻ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ നമ്മൾ പറഞ്ഞത് തന്നെ ഇതിനി എന്നാണ് പുനരാരംഭിക്കുന്നത്, ഈ ദൗത്യം ഇനി എന്ന് പുനരാരംഭിക്കാൻ കഴിയും എന്നുള്ളതെല്ലാം ഇനി വേണം ഇതിൻ്റെ വിവരങ്ങളെല്ലാം നമുക്കിനി അറിയുവാൻ. എന്തായാലും E0604 എന്ന് പറയുന്ന ഉപഗ്രഹം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഇന്ത്യയുടെ ബഹിരാകാശത്ത് മേഖലയിലുള്ള ഒരു കുതിച്ചുചാട്ടവും അതുപോലെ ഈ കാലാവസ്ഥാ നിരീക്ഷണവുമായി ബന്ധപ്പെട്ടത്, ഈ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ടത്, കൂടാതെ ഇന്ത്യയും മറ്റ് അതിർത്തി രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പല സംഘർഷപരമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഈ കാര്യങ്ങളിൽ നിന്നെല്ലാം ഇന്ത്യയെ സംരക്ഷിക്കുക എന്നുള്ള ഒരു രീതിയിലുള്ള ഒരു നിരീക്ഷണ ഉപഗ്രഹം കൂടിയായിരുന്നു E0609. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായ ഒരു വിശകലനവും
സാങ്കേതികപരമായിട്ടുള്ള ഒരു വിശകലനം നടത്തിയാൽ മാത്രമേ ഇതുമായി ബന്ധപ്പെട്ട് എന്താണ് ഈ നമ്മുടെ PSLV 101 സംബന്ധിച്ച് 61 ഇത് സംഭവിച്ചതെന്നുള്ളത് വിശകലനത്തിൽ കൂടി മാത്രമേ നമുക്ക് എന്തായാലും അറിയാൻ പറ്റൂ. എന്തായാലും സതീഷ് ധവാൻ സ്പേസ് സെൻറ്ററിനെ സംബന്ധിച്ച് ചരിത്രപരമായ ഒരു നാഴികക്കല്ലായിരുന്നു. 101ാമത്തെ വിക്ഷേപണമായിരുന്നു PSLV ഉപയോഗിച്ചുകൊണ്ട് നടത്തിയത്. നേരത്തെ നമ്മൾ ഈ പറഞ്ഞതുപോലെ തന്നെ ഒരു ശുഭാപ്തി വിശ്വാസത്തോടെയാണ് നമ്മൾ കാണുന്നത്. നേരത്തെ എന്തായാലും നമുക്ക് നിരാശ സംബന്ധിച്ച ഒരു പ്രഭാതമാണെങ്കിൽ കൂടിയും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇന്ത്യയുടെ ബഹിരാകാശ നേട്ടങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ, ചരിത്രപരമായ കാര്യങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ വിജയത്തിലേക്കുള്ള ഒരു ചവിട്ടുപടിയായി വേണം ഈ ഒരു വിക്ഷേപണത്തിൽ സംഭവിച്ച കാരണം ഒരു ചെറിയ സാങ്കേതിക തകരാറ് നമ്മുടെ ആ പ്രതീക്ഷകളെ തകിടം മറിച്ചിരിക്കുകയാണ്. പക്ഷേ സാരമില്ല, ഇത്തരത്തിലുള്ള തിരിച്ചടികളൊക്കെ ബഹിരാകാശ ദൗത്യങ്ങളിൽ സ്വാഭാവികമാണ്, സാധാരണമാണ്. തകരാറുകൾ പരിഹരിച്ച് മുന്നോട്ട് പോവുക എന്ന് തന്നെയാണ് നമുക്ക് അതിൽ ചെയ്യാൻ പറ്റുന്നത്. നമുക്കറിയാം, ലോകത്തെ ഏറ്റവും വലിയ ബഹിരാകാശ ഏജൻസി നാസയാണ്. സുനിത വില്യംസ് എത്ര കാലമാണ് ബഹിരാകാശത്ത് കുടുങ്ങിക്കിടക്കേണ്ടി വന്നത്? അതൊക്കെ നമ്മുടെ മുൻപിൽ ഉണ്ടായിരുന്നില്ലേ? അവരാരും ഭയപ്പെട്ട് മടങ്ങുകയായിരുന്നില്ലല്ലോ ചെയ്തത്. ബഹിരാകാശത്ത് അവർ അത്രയും കാലം പരീക്ഷണങ്ങൾ ഏർപ്പെട്ടു. അതേസമയം തന്നെ അവരെ തിരിച്ചു കൊണ്ടുവരാനുള്ള നടപടികൾ ഭൂമിയിൽ പലതവണ പല ഘട്ടങ്ങളിലൂടെ കടന്നു വന്ന് അവർ വിജയകരമായി മടങ്ങിയെത്തിയത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ദൗത്യങ്ങളിലൊക്കെ ഇങ്ങനെയുള്ള തിരിച്ചടികൾ സ്വാഭാവികമാണ്, സാധാരണമാണ്. അതൊക്കെ പരിഹരിച്ച് മുന്നോട്ട് പോകാനുള്ള കരുത്ത് ഇന്ത്യയുടെ ശാസ്ത്ര സാങ്കേതിക സംവിധാനങ്ങൾക്കുണ്ട്, ഇന്ത്യയുടെ ശാസ്ത്രജ്ഞർക്കുണ്ട്, നമ്മുടെ ISROയ്ക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ആശങ്കപ്പെടേണ്ട കാര്യമില്ല. എങ്കിൽ പോലും നമ്മൾ വലിയ പ്രതീക്ഷയിൽ തന്നെയായിരുന്നു. നമ്മുടെ 101ാമത്തെ ദൗത്യം PSLV C61 101ാമത്തെ ദൗത്യമായിരുന്നു. അത് വിജയിക്കുമെന്ന് നമ്മൾ ഏറെ പ്രതീക്ഷിച്ചിരുന്നു. വിജയത്തിൻ്റെ അടുത്തെത്തിയതാണ്. പക്ഷേ നിർണായകമായ 3ാം ഘട്ടം, അവിടെയാണ് ഈ എഞ്ചിൻ ജ്വലിപ്പിച്ച് ഭ്രമണപഥത്തിലേക്ക് കയറാനുള്ള നിർണായകമായ 3ാം ഘട്ടം, അവിടെ വെച്ചിട്ടാണ് പരാജയം സംഭവിക്കുന്നത്. പക്ഷേ സാരമില്ല, തിരിച്ചു വരാം. ISRO ചെയർമാൻ പറഞ്ഞതുപോലെ നമ്മൾ തിരിച്ചു വരും. അങ്ങനെയൊന്നും നമുക്ക് തോൽക്കാൻ കഴിയില്ലല്ലോ. വിവരങ്ങളാണ് അരുൺ നമുക്ക് ന്യൂസ് ഡെസ്കിൽ നിന്ന് നൽകിയത്.